ഈ അടുത്ത കാലത്ത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ ഒട്ടുമിക്ക വിഷയങ്ങളിലും പ്രശാന്തിന് കൃത്യമായ നിലപാടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണതും ഡോക്ടർ ഹാരിസ് രംഗത്തിറങ്ങിയതുമൊക്കെ പ്രശാന്തിന്റെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് വിധേയമായി. പ്രശാന്ത് പറയുമ്പോൾ അതിന് ആധികാരികത കൂടുതലാണ്, അതിന് രേഖകൾ കൂടുതലാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് കടന്ന് തെരുവിൽ സമരം ചെയ്യുന്നവർക്കൊപ്പമാണ് താൻ എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിൽ ജനകീയമായ രണ്ട് വിഷയങ്ങളിലേക്ക് പ്രശാന്ത് ഒടുവിൽ എടുത്തു ചാടിയിരിക്കുന്നു. അതെ, സർക്കാരിനെതിരെ ജനങ്ങൾ പറയുന്ന ഗൗരവമായ രണ്ട് വിഷയത്തിൽ സർക്കാരിനെ തിരുത്തിക്കൊണ്ട് ജനങ്ങളുടെ പക്ഷം ചേർന്നുകൊണ്ട് പ്രശാന്ത് രംഗത്ത് വരുന്നു. തെരുവ് നായ പ്രശ്നത്തിലും വന്യമൃഗ വിഷയത്തിലും. ഈ രണ്ട് വിഷയത്തിലും സംസ്ഥാന സർക്കാരിന് അധികാരമില്ല, ഇതൊക്കെ കേന്ദ്രം കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നതാണ് സർക്കാരിന്റെ നിലപാട്. തെരുവ് നായകളുടെ കടിയേറ്റ് ജനങ്ങൾ മുഴുവൻ അസ്വസ്ഥരായി സർക്കാരിനെതിരെ തിരിയുമ്പോൾ, വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യരെ കൊല്ലുമ്പോൾ, ജനങ്ങൾ നീതിക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇത് കേന്ദ്രത്തിന്റെ പരിധിയിൽപ്പെട്ട കാര്യമാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ഇത് സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ കൂടി പെടുന്നതാണ് എന്ന് നിയമപരമായി വ്യാഖ്യാനം ചെയ്യുകയാണ് പ്രശാന്ത്. എന്ന് വെച്ചാൽ തെരുവ് നായ വിഷയത്തിലും വന്യമൃഗ വിഷയത്തിലും ഇവിടെ ഒന്നും ചെയ്യാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ അത് സർക്കാരിന്റെ പിടിപ്പുകേടാണ്, കേന്ദ്രത്തെ പഴി പറയണ്ട എന്ന് പറയാതെ പറയുന്നു പ്രശാന്ത്. പ്രശാന്ത് സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയുന്നില്ല, കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നില്ല. എന്നാൽ കേന്ദ്രത്തെ പഴി പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ തടിയൂരുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ ഈ വന്യമൃഗ പ്രശ്നത്തിലും തെരുവ് നായ പ്രശ്നത്തിലും ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു. ചട്ടലംഘനം എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല, പ്രശാന്തിനെ പോലൊരാൾ ഇത് പറയുമ്പോൾ പിന്നെ സർക്കാരിന് നുണ പറഞ്ഞു നിൽക്കാനും കഴിയാത്ത സാഹചര്യം ഉണ്ടാവും.